ക്ലിയർ അടിക്കുന്നു, കുഴപ്പമില്ല. ഡൂംസ് ഡേ എന്ന് പറയുന്ന വാക്കിൻ്റെ മലയാളം ഗൂഗിൾ ട്രാൻസ്ലേറ്റിനോട് ചോദിച്ചപ്പോൾ അന്ത്യദിനം എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ അന്ത്യദിനത്തിനെ അളന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലോക്ക് ഉണ്ട്. ഇറ്റ്സ് കോൾഡ് ദ ഡൂംസ് ഡേ ക്ലോക്ക്. This is the closest the world has ever been to midnight. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു പരിപാടിയല്ല. 1947 ഒരു കൂട്ടം സയൻറ്റിസ്റ്റുകൾ തുടങ്ങിയ ഒരു സംഭവമാണ് ഈ ഡൂംസ് ഡേ ക്ലോക്ക് എന്ന് പറയുന്നത്. കുറച്ച് വർഷങ്ങൾ കൂടുമ്പോൾ ഇവർ ഈ ക്ലോക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇത് 12 മണി നമ്മുടെ മിഡ് നൈറ്റ് ആവുമല്ലോ. അപ്പോൾ ഈ മിഡ് നൈറ്റ് ആവുമ്പോഴത്തേക്കും നമ്മുടെ അന്ത്യദിനം തുടങ്ങും എന്നാണ് ആ സയൻറ്റിസ്റ്റുകളുടെ അവരുദ്ദേശിക്കുന്നത്. ആസ് ഓഫ് 2026 ജനുവരി ഈ ക്ലോക്ക് അവർ ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്തു. എല്ലാ ജനുവരിയിലും അല്ല, പല ജനുവരികളിലും ഇവർ ഈ ക്ലോക്ക് അപ്ഡേറ്റ് ചെയ്യും. ഇത്തവണ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഈ ക്ലോക്ക് വന്ന് നിൽക്കുന്നത് 12 മണിക്ക് 85 സെക്കൻഡ്സ് മുമ്പാണ്. ഭൂമിയുടെ പ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ മനുഷ്യരൊക്കെ വന്നിട്ട് 2 മിനിറ്റേ ആയിട്ടുള്ളൂ എന്ന് നമുക്ക് സിമ്പിളൈസ് ചെയ്ത് പറയാം. അതുപോലെ ഇവിടെ ഈ അന്ത്യദിനം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ റിലീജിയസ് ആയിട്ടുള്ള ബിലീഫ്സ്, ആ കാര്യങ്ങളുടെ റെഫറൻസ് കൊണ്ടല്ല, ഒരു സയന്റിഫിക് റെഫറൻസ് കൊണ്ടല്ല, അങ്ങനെയൊന്നുമല്ല. ഇറ്റ്സ് ജസ്റ്റ് ദി എസ്റ്റിമേറ്റഡ് ലൈക്ലിഹുഡ് ഓഫ് എ ഹ്യൂമൻ മെയ്ഡ് ഗ്ലോബൽ കറ്റാസ്ട്രഫി. മനുഷ്യരാൽ ഉണ്ടാക്കപ്പെട്ട ഒരു ഭൂലോക ദുരന്തം. അതാണ് ഈ ഡൂംസ് ഡേ ക്ലോക്ക് കൊണ്ട് ഇവർ എസ്റ്റിമേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കിയ സയന്റിസ്റ്റുകൾ ഇതിനെ 3 പാരാമീറ്റേഴ്സ് കൊണ്ടാണ് അളക്കാൻ നോക്കുന്നത്. നമ്പർ 1 ക്ലൈമറ്റ് ചേഞ്ച്, ഈ ഗ്ലോബൽ വാർമിംഗ്, അന്റാർട്ടിക്കയിൽ മലകൾ ഉരുകുന്നു, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ. രണ്ടാമത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI. പിന്നെ മൂന്നാമത്തത് പെർഹാപ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, ന്യൂക്ലിയർ വാർഫെയർ, ആണവായുധങ്ങൾ കൊണ്ടുള്ള യുദ്ധം. ഇപ്പോൾ നമ്മുടെ ലോകത്തുള്ള ഏറ്റവും വലിയ 3 പ്രശ്നങ്ങളും ഇത് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ പെരുകി നമുക്ക് തിരിച്ചു പോകാൻ പറ്റാത്തൊരു പോയിന്റ് വരും. അതായത് ഇനി എത്ര ക്ലൈമറ്റ് ചേഞ്ച് കൺട്രോൾ ചെയ്യാൻ നോക്കിയാലും, ഇനി എത്ര യുദ്ധങ്ങൾ നിർത്തിയാലും, ഇനി എത്ര റോബോട്ടുകൾ ഡിസ്മാൻഡിൽ ചെയ്താലും തിരിച്ച് വരാൻ പറ്റാത്തൊരു പോയിന്റിലേക്ക് നമ്മൾ എത്തും. ഇതിനെയാണ് ഇവർ സിംബോളിക്കലി ഡൂംസ് ഡേ എന്ന് വിളിക്കുന്നത്. അതിനുശേഷം ആൾക്കാർക്ക് നമ്മൾ ഈ സറ്റാരിക്കലായിട്ട് പറയുമല്ലോ, ശ്വാസം വിടാൻ വേണ്ടി ഓക്സിജൻ വാങ്ങിക്കേണ്ടി വരും എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അതൊക്കെ വൈഡ് സ്പ്രെഡ് റിയാലിറ്റി ആവാൻ പോകുന്ന ഒരു സന്ദർഭത്തിനാണ് ഇവർ അന്ത്യദിനം എന്ന് പറയുന്നത്. ഈ ക്ലോക്ക് ആദ്യം സെറ്റ് ചെയ്യുമ്പോൾ, അതായത് 1947 ഇത് 12 മണിക്ക് 7 മിനിറ്റ് പുറകെ ആയിരുന്നു. അതിൽ പിന്നെ ഈ ക്ലോക്ക് മുന്നിലേക്കൊരു 19 വട്ടം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പുറകിലോട്ടും ചില ഫ്യൂ ടൈംസ്, അതായത് ഒരു 8 വട്ടമെങ്കിലും അവരൊരു പുറകോട്ട് വലിച്ചിട്ടുണ്ടാവും. ഇത് 12 മണിയാകുമ്പോൾ ലോകം പൊട്ടിത്തെറിക്കും എന്നുള്ളതല്ല ഇതിന്റെ പോയിന്റ്. സോ ഇറ്റ്സ് സിംബോളിക്കൽ. അപ്പൊ നിങ്ങൾ ചോദിക്കും, വൈ ഇസ് ഇറ്റ് നോട്ട് ബിക്കോസ് ഓഫ് ബയസ്? അതായത് പണ്ടത്തെ കാലത്ത് കുറെ വാർത്തകൾ നമുക്ക് കേൾക്കാൻ പറ്റില്ലായിരുന്നു, ബിക്കോസ് സോഷ്യൽ മീഡിയ അന്നില്ല, നമ്മൾ പലതും അറിയുന്നില്ല. അന്നും യുദ്ധങ്ങളുണ്ടായിരുന്നു, അന്നും പ്രശ്നങ്ങളുണ്ടായിരുന്നു, പക്ഷെ പലതും ആരും അറിയാതെ പോകുന്ന ഡിസാസ്റ്റേഴ്സ് വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ നമുക്ക് ഒരുപാട് അറിയാൻ പറ്റുന്നതിന്റെ ഒരു ബയസ് ആയിക്കൂടെ എന്ന് ചോദിക്കാം. ബട്ട് ദ ഡിഫറൻസ് ഇസ്, ഐ വിൽ ടെൽ യു, ഇത് ഞാനും വിചാരിച്ചാണ്. ബട്ട് ദെൻ AI എന്ന് പറയുന്ന സംഭവം നമ്മളെ പോലുള്ള കോമൺ മനുഷ്യർക്ക് അവൈലബിൾ ആയിട്ട് ഒരു 5-6 വർഷമേ ആയിട്ടുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അതിനു മുമ്പ് ഈ AI എന്ന് പറയുന്ന മിലിറ്ററി, ഗവൺമെന്റ്, അതുപോലുള്ള വളരെ ചുരുക്കം ചില ഫീൽഡുകളിൽ മാത്രം യൂസ് ചെയ്തിരുന്ന ഒരു ടൂളായിരുന്നു AI. ബട്ട് ദെൻ ഇപ്പോൾ അത് കോമൺ ആൾക്കാർക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഈ AI എന്ന് പറയുന്നത് നമ്മൾ വെറും ഈ പുട്ടും ചോറും കൊടുത്ത് വളർത്തുന്ന സാധനം അല്ലല്ലോ. AIക്ക് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പവർ വേണം. സാധാ പ്രോസസ്സിങ്, ഒരു ലാപ്ടോപ്പിൻ്റെയോ ഒരു ഫോണിൻ്റെയോ ഒരു കാറിൻ്റെയോ പ്രോസസ്സിങ് പവർ അല്ല AIക്ക് വേണ്ടത്. വി ആർ ടോക്കിംഗ് ബില്യൺസ് ഓഫ് പീപ്പിൾ യൂസിങ് AI അറ്റ് ദ സെയിം ടൈം. ChatGPT മാത്രമല്ല, പല ടൈപ്പ് AI സർവീസസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇതൊന്നും ഫ്രീ ചെലവിനല്ല ഓടുന്നത്. ഇത്രയും വലിയൊരു സാധനം 1 മണിക്കൂർ കറങ്ങാൻ എത്ര കറണ്ട് ചെലവാകുന്ന കാര്യം എനിക്കറിയാമോ? ഇല്ല. അതിന് ഒരുപാട് ഇലക്ട്രിസിറ്റി വേണം. ഈ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വെള്ളം ഓടിക്കണം. വെള്ളം വീഴുമ്പോഴാണല്ലോ ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത്. വൺ ഓഫ് ദ മെയിൻ ഫോംസ്. AI പവർ പ്ലാന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെട്ടിയിടുന്ന മരങ്ങളും അതിനുവേണ്ടി ചെലവാക്കുന്ന വെള്ളവും ഇതെല്ലാം ഭൂമിക്ക് ഭയങ്കര നഷ്ടങ്ങളാണ്.
മനുഷ്യജീവന്റെ വില പോലും AI ഉണ്ട്. പക്ഷെ അതൊക്കെ പറയാനാണെങ്കിൽ കുറച്ച് ഡാർക്കായി പോകുന്ന സംഭവം. പക്ഷെ അതല്ല ഇവിടുത്തെ ടോപ്പിക്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഇതിൽ നമ്മളെന്ത് ചെയ്യാനാണ്? നമ്മളല്ലല്ലോ AI ഉണ്ടാക്കിയത്, നമ്മളല്ലല്ലോ യുദ്ധങ്ങൾ നടത്തുന്നത്. കറക്റ്റാണ്, വെരി ട്രൂ. 2030 UN പറയുന്ന അനുസരിച്ച് 2030 ഒരു കട്ട് ഓഫ് ഡേറ്റ്. കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ അതിനുശേഷം പിന്നെ ഈ അഫോറസ്റ്റേഷൻ, ക്ലൈമറ്റ് ആക്ടിവിസം എന്നൊന്നും പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ല. തിരിച്ചു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള പോയിന്റ് പോലും അല്ല, തിരിച്ചു വരാൻ കഴിയില്ല എന്നാണ് ഇവർ പറയുന്നത്. ദാറ്റ് ഇസ് വൺ സൈഡ് ഓഫ് ദ കോൺവെർസേഷൻ. മറ്റേ ആസ്പെക്ട് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന അനുസരിച്ച് ഒരു മാർക്കറ്റിൽ കമ്പനീസ് ആയാലും ഗവൺമെൻറ് ആയാലും ഒരു കാര്യം സപ്ലൈ ചെയ്യുള്ളൂ. പ്ലാസ്റ്റിക് പലരും വിടുന്നു എന്ന് കണ്ടാൽ അവർ പ്ലാസ്റ്റിക് കൂടുതൽ ഉണ്ടാക്കില്ല എന്നാണ് ആവേണ്ടത്. പക്ഷേ നമുക്ക് റിയലിസ്റ്റിക്കലി ഒന്ന് നോക്കാം, ആരൊക്കെ പ്ലാസ്റ്റിക് ശരിക്കും വിട്ടുകളയും. അന്യൻ സിനിമ കണ്ടിട്ടുണ്ടോ? അന്യൻ സിനിമയിൽ ഈ അമ്പിയുടെ ക്യാരക്ടർ ഇങ്ങനെ ആദ്യം വന്നിട്ട് ഒരു മനുഷ്യൻ റോഡിൽ കിടക്കുന്ന കാണും. അപ്പോൾ ഈ അമ്പി നോക്കുമ്പോഴത്തേക്കും എല്ലാവരും ചുറ്റും നിന്നിട്ട് ആരെങ്കിലും ഒരാൾ ടാക്സി വിളിക്കുക, ആരെങ്കിലും ഒരാൾ ആംബുലൻസ് വിളിക്കുക, ആരെങ്കിലും ഒരാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എന്ന് ബാക്കിയുള്ളവർ കിടന്ന് പറയുന്നല്ലാതെ ആരും സ്വന്തമായിട്ടൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല. സോ ഐ ഡോണ്ട് നോ, എല്ലാവരും കൂടെ ഇപ്പോഴേ ആഞ്ഞു പിടിച്ചില്ലെങ്കിൽ ഈ ഡൂംസ്ഡേ ക്ലോക്ക് പിന്നെയും ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കും. റെക്കോർഡ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരു സ്ഥലത്ത് പോകേണ്ടി വന്നു. സോ കണ്ടിന്യൂ ചെയ്യും. ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയത്? ഓക്കെ, സോ ബേസിക്കലി ഒരു ആംഗിളിൽ നിന്ന് നോക്കിയാൽ ഈ ഡൂംസ്ഡേ ക്ലോക്കിന് യാതൊരു അർത്ഥവും ഇല്ല. അത് 12 മണി അടിച്ചാലും ഇല്ലെങ്കിലും ഒന്നും ആവാൻ പോകുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമ്മൾ വെറും പേടിപ്പിക്കാൻ വേണ്ടി, അതായത് പേടി മനസ്സിലുണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഒരു വാർണിംഗ് സിമ്പിളായിട്ട് തന്നേക്കുന്ന ഒരു സംഭവം മാത്രമല്ലേ എന്ന് പറയാം. കറക്റ്റാണ്, വാർണിംഗ് മാത്രമാണ്, പേടിപ്പിക്കാനുള്ള ഒരു ടൂള് മാത്രമാണ്, കറക്റ്റാണ്. ബട്ട് ചില സമയത്ത് പേടിക്കാനും ഒരു ബുദ്ധി വേണം. അങ്ങനെയൊന്നുമില്ല. അതെന്താ, നിനക്ക് ബുദ്ധി ഇല്ലേ? ആകെ ഒരു നല്ലൊരു പ്ലാനറ്റ് ഉണ്ട്, അതിനെ നമ്മളായിട്ട് ഇനി കുളം തോണ്ടുന്നതിന് മുമ്പുള്ള ഒരു വാർണിംഗ് ആയിട്ട് ഈ ഡൂംസ്ഡേ ക്ലോക്കിനെ കാണാം. അപ്പോൾ ഇനി മുതൽ എല്ലാ ജനുവരികളിലും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും, ഈ ഡൂംസ്ഡേ ക്ലോക്ക് ഫ്രണ്ടിലോട്ടാണോ ബാക്കിലോട്ടാണോ പോകുന്നതെന്നും. അത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.